ഹലോ ആ കോൺട്രാക്ടറെ പറഞ്ഞോ. ഞാൻ ഇന്ന് പണിക്ക് കുറച്ച് താമസിച്ചേ വരുള്ളൂ. അതിനാടാ എന്റെ പൊന്നു കോൺട്രാക്ടറെ, എന്റെ ഭാര്യ ശാലിനില്ലേ, ആ അവളുടെ 10 കൂട്ടുകാരെല്ലാം കൂടെ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. 10 തത്തകൾ. ആ 10 തത്തകളെല്ലാം കൂടെ ഇന്ന് ഒത്തുകൂടുക സ്കൂളിൽ. അപ്പൊ ഞാൻ അവളെ സ്കൂളിലേക്ക് ആക്കിയിട്ട് കുറച്ച് താമസിച്ചേ വരുള്ളൂ. നീ അവളെ അവിടെ ആക്കിയിട്ട് വരാൻ പോവാണോ? ആ പിന്നല്ലാതെ. നിനക്ക് തലയ്ക്ക് വല്ല ഓളം ഉണ്ടോടാ? എടാ പൂർവ്വ വിദ്യാർത്ഥി സംഘം എന്നും പറഞ്ഞ് പഴയ കാമുകന്മാരും കാമുകരും ഒളിച്ചോടിക്കൊണ്ടിരിക്കുക. നീ വാർത്തയൊന്നും കാണാറില്ലേ? നിങ്ങൾ ചുമ്മാ മനുഷ്യരെ പേര്, അതൊക്കെ വേറെ വേറെ സ്ഥലത്തല്ലേ. അത് തന്നെയല്ല, എന്റെ ഭാര്യ ശാലിനി എന്ന് പറഞ്ഞാലുണ്ടല്ലോ, അവൾ 24 മണിക്കൂർ എന്റെ കൂടെ തന്നെ ഉണ്ടാകും. ഓയോ അയ്യോ പോയി പോയി. ആ കോൺട്രാക്ടർ പറഞ്ഞ കറക്റ്റായി. ചേട്ടാ കോൺട്രാക്ടർ എന്താ പറഞ്ഞേ? ആ പോയില്ലേ? അല്ല കോൺട്രാക്ടർ എന്താ പറഞ്ഞേ? കോൺട്രാക്ടർ ഇപ്പൊ എന്താ പറഞ്ഞേ? കോൺട്രാക്ടർ പറഞ്ഞ 8 മണ്ണിന് 2 8 സിമെന്റ്. അതാണ് കോൺട്രാക്ടർ. അതിപ്പോ നിങ്ങളോട് പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് അറിയാലോ. എനിക്കറിയാം. അതുകൊണ്ട് ഒന്നുകൂടെ പറഞ്ഞു ഒന്ന് ഉറപ്പിച്ചു വന്നെന്താ കുഴപ്പം? ഒരു കാര്യം ചെയ്യും, ഏതായാലും എന്നെ ഇവിടെ കൊണ്ട് നാക്കിയല്ലോ. ചേട്ടൻ ജോലിക്ക് പോകോ. ജോലിക്ക് പോകണില്ല. ജോലിക്ക് പോയ 8ന്റെ പണി കിട്ടും. 8ന്റെ പണി കിട്ടുമെന്നോ? 8 മണലിനാണല്ലോ 2 8 സിമെന്റ്. അതൊന്നും ഞാൻ ഒന്നുകൂടെ പണിക്ക് പോവാതിരിക്കാനുള്ള ആട്ടം. പോവാൻ നോക്കിയേ, പണിക്ക് വന്നു. അതല്ല, ഇന്ന് പോകണ്ട, നമുക്ക് വീട്ടിൽ പോവാം. വീട്ടിൽ പോവാന്നെ ചേട്ടാ, ഞാനിപ്പോ ഒന്ന് ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ. എത്ര വർഷം കഴിഞ്ഞിട്ടാ ഞാൻ എന്റെ ഫ്രണ്ട്സിനെ കാണാൻ പോകുന്നേ. അതിന്റെ ത്രില്ലിലാ ഞാൻ. ഇവിടെ കാല് കുത്തിയപ്പോ മുതല് ഞാൻ ഈ സ്കൂൾ അങ്ങ് മിസ് ചെയ്യുക ചേട്ടാ. സ്കൂള് മിസ് ചെയ്യുവാണ്. 4ാം ക്ലാസ്സിൽ പഠിച്ചപ്പോ ഉപ്പുമാവ് കിട്ടാൻ സ്കൂള് കത്തിക്കാൻ നടന്ന തമാശ പറയല്ലേ, തമാശ പറയല്ലേ. തമാശ. ചേട്ടൻ അറിയോ, ഇന്ന് ശേഖരൻ വരുന്ന ദിവസാ. ശേഖരനോ? പേര് കേട്ടാലോ അറിയാം, അവൻ എനിക്ക് ഒത്ത എതിരാളി. അവനോട് വേണം ഇന്ന് ഞാൻ മുടി പിടിക്കാൻ. ആരടി ശേഖരൻ? അയ്യോ, നീ അവനും തമ്മിൽ എന്താണ് ബന്ധം? എന്റെ പൊന്നു മനുഷ്യ, ഈ ശേഖരൻ എന്ന് പറഞ്ഞ ആനയാന്ന്. എടി കള്ളത്തരം പറയുമ്പോ ലോജിക്ക് വേണ്ടി. എന്ത് ലോജിക്ക്? നീ ഈ ശേഖരനാണ് ഏത് ക്ലാസ്സിൽ ഏത് ബെഞ്ചിൽ നിന്ന് ഒരുമിച്ച് പഠിച്ചു? അതല്ല, ഈ ആനേന്റെ കൂടെ വന്ന പാപ്പാൻ മണികണ്ഠനായ എന്റെ കൂട്ടുകാരൻ. അവൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഞാൻ വരുമ്പോ എടി ആനേനെയും കൂടി കൊണ്ടുവരാ. അത് മാത്രമല്ല, എനിക്കൊരു ആനവാലും കൂടി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പാപ്പാമാരുടെ സ്ഥിരം പരിപാടി ആനവാല് കൊടുത്ത് പെണ്ണുങ്ങളെ വളർത്തണം. അപ്പൊ ആനേനെ മുൻനിർത്തിയാണ് എനിക്കിട്ട് പണിയുന്നത്. ഭീഷ്മ പിതാമകന് വക ഒരുത്താൻ ശകുനിയെ മുൻനിർത്തിയ പോലെയുള്ള പരിപാടിയാണ് അവൻ്റെത്. സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. എന്തുന്നായി കിടന്ന് പൊറുവർക്കുന്നേ? ആത്മകഥം ചെയ്തതാണ്. പോവാൻ നോക്ക്, പോവാൻ നോക്ക്. ആരടി അവൻ? ഏത്? നിന്നെ നോക്കി കൂളിംഗ് ഗ്ലാസും വെച്ച് ചിരിച്ചോണ്ടിരിക്കുന്നവൻ ഏതവനാണ്? അഖിലോ? അത് ശരി, ആ പേര് അവൻ തന്നെ മറന്നിരിക്കുക. നീ കൊണ്ട് ചേട്ടാ, അവൻ എന്റെ കൂടെ പഠിച്ചവനല്ല. പിന്നെ നീ അവനെന്തിനാ നോക്കി ചിരിക്കുന്നത്? എന്നെ ചേട്ടാ, ഞാൻ ബി ഡിവിഷനിലും അവൻ എടാ നീ എല്ലേടാ പറയണ്ടേ? അവനെ കണ്ണറിയാം, അവനെ വേയിലായിരിക്കും. അറിയാം. കൂടുതൽ ചിരിക്കണ്ട. നിന്റെ കൂളിംഗ് ഗ്ലാസ്, നിന്റെ വേഷോ, നിന്നെ ഞാൻ ഇന്ന് പൊക്കും. ഹായ് ശാലിനി. ചുറ്റിന്ന് ആക്രമണമാണോ? ഹനുമാനോ? എന്നിട്ട് ഇവന്റെ വാലിംഗത എവിടെയാണോ? എന്റെ പൊന്നു ചേട്ടാ, ഹനുമാനല്ല, അനിമോൻ എന്റെ കൂട്ടുകാരനാ. ഈ 10 തത്താന്ന് പറഞ്ഞ ഈ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, അതിന്റെ അഡ്മിൻ അവൻ. അപ്പൊ ഇവനാണല്ലേ തത്തകൾക്കിടയിലെ കോഴി. കോഴിയൊന്നും വിളിക്കല്ലേന്ന്. നീ അവന്റെ മുഖത്തോട് നോക്കിയേ. ഇവന്റെ മുഖത്തോട് നോക്കി അവനെ കോഴി എന്നല്ല വിളിക്കേണ്ടത്, കാടാന്ന് വിളിക്കണം. കാട. 1000 കോഴി കാടയില്ലേ? അവൻ ഒരു കോഴി നിൽക്കുന്ന കേസല്ല. എന്താണ് നിങ്ങൾ എന്താണ് പ്ലാനിങ്? അതെ, ചേട്ടൻ നിന്നെ പറ്റി ചോദിക്കുമായിരുന്നു എന്റെ അടുത്ത്. ഇവനെനിക്കറിയാം. ഇനി ആ മാവ് മറിഞ്ഞ വീട്ടിൽ രാഘവന്റെ മോനല്ലേടാ? അയ്യോ ചേട്ടാ, മാവ് മറിഞ്ഞതല്ല. വെട്ടിയിട്ടേക്കുവാണോ? അല്ലെന്ന്, എന്റെ വീട്ടുപേര് മാവ് ചെരിഞ്ഞ വീട്ടിൽ. ഇവന്റെ അച്ഛൻ രാഘവന്റെ കഥ അറിയാവോ? കേക്കണ്ട പുള്ളിയാ. സ്ത്രീ പുരുഷ സമയത്ത് ഏറ്റവും കൂടുതൽ വേണ്ട എവിടെന്ന് ചോദിച്ചപ്പോ കുളിക്കടവിൽ എന്ന് വിളിച്ചു പറഞ്ഞാണ് ഇവന്റെ അച്ഛൻ. ആ അച്ഛന്റെ മോനല്ലേ? അച്ഛൻ മരിച്ചു പോയതാ. മരിച്ചത് നന്നായി. ഇല്ല, നിന്റെ അച്ഛനെ കൂടെ ഒരു പഞ്ചായത്ത് താങ്ങത്തില്ല. എടാ നീ ഒന്ന് കാര്യമൊക്കെ, പുള്ളി ഭയങ്കര തമാശക്കാരനാന്നേ. ആണല്ലേ? അല്ല, ഞാൻ കാര്യം ചോദിക്കട്ടെ, നിനക്കിപ്പോ എത്ര കുട്ടികളാ? എനിക്ക് 2 പിള്ളേര്. നിനക്ക് എത്ര പിള്ളേരാടാ? എനിക്ക് കുട്ടികളായില്ല. അയ്യോ, എന്നാ പിന്നെ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ചെയ്യായിരുന്നില്ലേ? ട്രീറ്റ്മെന്റ് ചെയ്താൽ കല്യാണം കഴിക്കാണ്ട് കുട്ടികളുണ്ടാവോ? അപ്പൊ നീ കല്യാണം കഴിച്ചിട്ടില്ലേ? ഇല്ലെന്ന്. എടാ എന്താണ് ഇത്രയും നാളായിട്ട് നീ കല്യാണം കഴിക്കാഞ്ഞേ? ശരിക്കും പറഞ്ഞാലേ എന്റെ പങ്കാളിയെ കുറിച്ച് എനിക്ക് സങ്കല്പം ഉണ്ട്. അതാണ്. അത് ഇത്ര സങ്കല്പിക്കാനൊന്നുമില്ല. പാൻപാകം ചോദിച്ച് ചെവിയിൽ ഹെഡ്ഫോണും വെച്ചിട്ട് നടക്കും. ആര്? ബംഗാളി. നീ ബംഗാളി അല്ലെന്ന്. എന്റെ പങ്കാളിയെ കുറിച്ച് എനിക്ക് സങ്കല്പം. പങ്കാളിയെ കുറിച്ചുള്ള സങ്കല്പം ഞാൻ പറഞ്ഞത് എനിക്കറിയാം. ഒന്ന് പറഞ്ഞു. വെളുത്തിട്ട് പൊക്കം കുറഞ്ഞ് ചുണ്ട മുടി, മജന്ത ബ്ലൗസ്, നീല സാരി. നിന്റെ സങ്കല്പം. അല്ലാതെ ഞാനല്ലേ അത്? എന്താണ് ചേട്ടാ ഇങ്ങനെയൊക്കെ പറയണത്? ചേട്ടൻ അറിയോ, ഞാൻ ഇവിടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ആ ഒരു ബന്ധം ചേട്ടൻ അറിയോ? ഞങ്ങൾ 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ചു.
പഠിച്ചവരാണ് ഞങ്ങൾ. ഇത് വരട്ടെ, അപ്പൊ ഇച്ചിരി പഴകിയ കേസായത്. പിന്നെ 8ാം ക്ലാസ് ആയപ്പോഴത്തേക്കും ഞങ്ങൾ വേറെ വേറെ സ്കൂളിലായി പോയി. അതിന്റെ വിഷമം അവന്റെ മുഖത്തങ്ങ് കിടന്ന് വളം കെട്ടി. അങ്ങനെയാണെങ്കിൽ രാവിലെയും വൈകുന്നേരം ഞങ്ങൾ പോക്കും വരെ ഒരുമിച്ചായിരുന്നു. എന്നിട്ടും വിട്ടില്ല. പിന്നെ ചേട്ടാ സംഭവം അറിയാ, ഡിഗ്രി ആയപ്പോഴത്തേക്കും ഉണ്ടല്ലോ ഞങ്ങൾ എങ്ങനെയാണെന്നറിയാമല്ല കറങ്ങി തിരിഞ്ഞ് ഒരേ കോളേജിൽ തന്നെ വന്നു. അവസരങ്ങൾ കൊടുക്കും. തലേ വരച്ച കമ്പ് കൊണ്ട് ഏറെങ്കിലും കിട്ടിയാ മതി. നീ മറ്റേ സംഭവം മറന്നോടി. നമ്മള് സ്കൂളിൽ പഠിച്ചോണ്ടിരിക്കുമ്പോ അല്ല ഞാൻ മോട്ടോർ പര കുടുങ്ങിയ സംഭവമില്ലേ? മോട്ടോർ പര കുടുങ്ങിയോ? ഞാൻ പറഞ്ഞ എന്തെങ്കിലും ചേട്ടനോ വേറെ എന്തെങ്കിലും രീതി ഒരു 99% കാര്യം ഇവിടെ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അത് ആ സ്പിരിറ്റിലേ എടുക്കുള്ളൂ. അത് മതി. നീ പറയടാ. സ്കൂളിൽ പഠിച്ചോണ്ടിരിക്കുമ്പോഴേ ഞങ്ങളിങ്ങനെ കുഴപ്പമില്ലോ അല്ലേ, സ്കൂൾ വിട്ട് ഞങ്ങളിങ്ങനെ പോകുമായിരുന്നു. അപ്പൊ പെട്ടെന്നൊരു മഴ പെയ്ത് അപ്പൊ ഞങ്ങൾ രണ്ടുപേരും നടന്നിട്ട് ഞങ്ങളുടെ കുടയില്ല. ഞങ്ങൾ ഓടി ഒരു മോട്ടോർ പരക്കകത്ത് കയറി. മെയിൻ ഒരു ഘടകമാകട്ടെ. അതെ അതെ, മോട്ടോർ പര കയറി ഞങ്ങൾ രണ്ടുപേരും അവിടെ നിന്നിട്ട് ചേട്ടാ 6 മണിയായിട്ട് മഴ തോരണില്ല. എനിക്കാണെങ്കിൽ ആ ആകപ്പാടെ അങ്ങ് ടെൻഷൻ വന്നു തുടങ്ങി. നിനക്കൊന്ന് ഒച്ച വെച്ചിരുന്നിൽ ഒന്ന് ഉറക്കി കരഞ്ഞിരുന്നെങ്കിൽ ആരെങ്കിലും വരത്തില്ലായിരുന്നു. ഞാൻ ഹിറ്റ്ലർ സിനിമ കണ്ടില്ലായിരുന്നു ചേട്ടാ. നശിച്ച സിനിമ താമസിച്ചായിരിക്കും ഇറങ്ങിയത്. ഞാനങ്ങനെ മോട്ടോർ പരയിൽ നിൽക്കാണ്. അങ്ങനെ 7 മണിയായിട്ടും ഈ മഴ അങ്ങോട്ട് തോരണില്ല ചേട്ടാ. എന്നിട്ട് ഞങ്ങൾ പിന്നെ അവിടെ ഇങ്ങനെ മിണ്ടിയും പറഞ്ഞ് ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോ 8 മണിയായപ്പോഴത്തേക്ക് എനിക്ക് സംഭവം മനസ്സിലായി, ഞാൻ പെട്ടുന്ന്. നിനക്ക് 8 മണിയാപ്പോഴാ പിടികിട്ടിയത്. എനിക്ക് തുടക്കത്തിലേ പിടികിട്ടി. ഞാൻ എന്നിട്ട് മോട്ടോർ പര നിൽക്കുമ്പോ ചേട്ടാ ഒരു കീറിയ പാ കിടക്കണം അവിടെ. ആരാണ് ആ കീറപ്പായ കൊണ്ട് മോട്ടോർ വലിച്ചത്? ഞാൻ ആ പാ വിരിച്ചിട്ട് മെല്ലെ ആ പായ കിടന്ന്. കിടക്കല്ലേ. അപ്പൊ തന്നെ ഇവള് വന്ന് എന്റെ അടുത്ത് ഇരുന്ന്. ഇവള് വന്നങ്ങ് ഇരുന്നതും ആ സമയത്ത് ഈ മാഷെ കണ്ടോ, ഈ വേലായുധ മാഷ് നേരെ മോട്ടോർ പരക്കകത്ത് കയറി വന്നു. ഈ പുള്ളി അതാണ് ടൈമിങ്. എന്റെ പൊന്ന് മാഷ, ഈ ചിരിയിരിപ്പും കണ്ടപ്പോ ഇത്രയും ടൈമിങ്ങിന് മോട്ടോർ വരെ വന്ന മാഷാന്ന് ഞാൻ ചിന്തിച്ചു പോലുമില്ല. നിങ്ങൾ മാഷല്ല, നിങ്ങൾ ജിന്നി. മാഷ് നേരെ കയറി വന്നു. നേരെ കയറി വന്നിട്ട് മാഷ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഓരോ കൊട തന്നു. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും മാഷ് വീട്ടിൽ കൊണ്ടുപോയി. അതാണ് ഇങ്ങനെയുള്ള മാഷുമാർ വേണം നമ്മുടെ നാട്ടിൽ വേണ്ടത്. മറ്റേ സംഭവം നീ ഓർക്കണ്ടേ? എടി നമ്മള് ഉപ്പുമാവരക്കകത്ത് കുടുങ്ങിയ സംഭവം. ഉപ്പുമാവരക്കകത്ത് കുടുങ്ങിയില്ലേ നമ്മള്? അടിക്കടി കുടുങ്ങാൻ നിങ്ങൾ വലിയ മത്സ്യങ്ങളുമാണോ? പുറകെ കുടുങ്ങുവാണോ? ഈ കഥ ഇവള് പറഞ്ഞിട്ടില്ലേ? ചേട്ടനോട് പറഞ്ഞിട്ടില്ലേ? ഇവള് പറഞ്ഞിട്ടില്ല. ഈ കഥ എന്നോട് പറഞ്ഞിട്ടില്ല. അതെന്താന്നറിയോ, അതിൽ വലിയ ഫണ്ണൊന്നും ഉണ്ടായില്ല. നീ അതുകൊണ്ടാ. ഫണ്ണുണ്ടോ ഇല്ലോ എന്ന് ഇവൻ പറയട്ടെ. ഞാനിതെല്ലാം അതിന്റെ ഒരു സ്പിരിറ്റിലേ എടുക്കുള്ളൂ. നീ പറയടാ. പറയാല്ലേ ചേട്ടാ, ഞങ്ങള് സാറ്റ് കളിച്ചോണ്ടിരിക്കുക ലാസ്റ്റ് പീരീഡ്. സാറ്റ് കളി? അതെ അതെ അതെ. നമ്മുടെ കൂടുതൽ പഠിക്കുന്ന ജിനീഷാണ് അന്നേരം സാറ്റ് കളിക്ക് എണ്ണണത്. എന്നിട്ട് ഞാൻ ഒളിക്കാൻ വേണ്ടി നേരെ ഓടി ഞാൻ ഉപ്പുമാവരക്കകത്ത് കയറി. അപ്പൊ ഇവളുണ്ടല്ലോ, ഞാൻ ഉപ്പുമാവരക്കകത്ത് കയറി എന്ന് അറിയാതെ ഇവള് വന്ന് ഉപ്പുമാവരക്കകത്ത് കയറി. നീ കേറിയത് അറിയാതെ ഇവള് വന്ന് കയറി. ആ സമയത്തുണ്ടല്ലോ ഞങ്ങൾ രണ്ടുപേരും കയറിയത് അറിയാതെ ഈ ഉപ്പ ഉണ്ടാക്കുന്ന ചേച്ചി പുറത്തുനിന്ന് വന്ന് ഇതങ്ങ് പൂട്ടിട്ട് പോയി. ആ മെനകെട്ട പെണ്ണുമ്പോഴേ ആരാണ് ജോലിക്കെടുത്തത്? ഉപ്പുമാവരടക്കം നോക്കണ്ടേ നിങ്ങൾ രണ്ടോ അതിനകത്ത് ഇരിപ്പോണ്ട് വന്നു? കേക്ക് ചേട്ടാ, സംഭവം കേക്ക്. അങ്ങനെ ഞങ്ങൾ 6 മണി വരെ അതിനകത്ത് ഇരുന്നിട്ടും ആരും മഞ്ഞില്ല ചേട്ടാ. 6 ആയി 7 ആയി 8. ഒന്ന് ഒച്ച വെക്കാൻ മേലായിരുന്നു അതിനകത്ത്. വെക്കാൻ പറ്റുമോ? ജിനീഷ് സാറ്റടിക്കും വന്ന്. ഓ ലോജിക്ക്. ഇനി അവൻ ഒച്ച വെച്ചില്ലേ പോട്ടെ, നിനക്കൊന്നും ഒച്ച വെക്കാൻ പാടില്ലായിരുന്നു. അതെങ്ങനെയാന്ന് ഇവൻ എന്റെ വാ പൊത്തി പിടിച്ചേക്കല്ലേ? വാ പൊത്തി പിടിച്ചത് ഇവള് ഒച്ച ഉണ്ടായി കഴിഞ്ഞാൽ ജിനീഷ് സാറ്റ് ഞങ്ങളെ കണ്ടുപിടിക്കും. എന്റെ ദൈവമേ, ഈ സാറ്റ് കളിയാണല്ലോ കുഴപ്പമുള്ള ഉണ്ടാക്കും. അപ്പൊ ഞങ്ങൾ അങ്ങനെ ഒരു 9 മണി വരെ ഇരുന്നു ചേട്ടാ. അപ്പൊ എനിക്ക് മനസ്സിലായി ഇന്ന് പെടു എന്നുള്ള കേസ്. ഈ എല്ലാം വൈകിയ മനസ്സിലാക്കുള്ളൂ പെടുന്ന കാര്യം. അങ്ങനെ ഞാൻ നിൽക്കുമ്പോ ഉണ്ടല്ലോ, ഈ വേലായുധം മാഷ് ഒരു ചുറ്റികയും പിടിച്ച് നേരെ ഇങ്ങനെ നടന്നു വരുക. അതാണ്. എന്നിട്ട് ആ ചുറ്റികനുണ്ടല്ലോ പൂട്ടർ ഒറ്റ തല്ലിപ്പൊളി നേരെ അകത്തേക്ക് കയറി ഒറ്റയടിക്ക് പൂട്ട് തുറന്നു. അതാണ് വേലായുധം മാഷ്. ഇത് മാഷല്ലടാ, തങ്കക്കുടം. അച്ചിരി കണ്ടോ? ടൈമിംഗ് ഉള്ള മാഷേ, നിങ്ങൾക്കൊരു ബിഗ് സല്യൂട്ട്. ആ കോൺട്രാക്ടറെ നിങ്ങളെ ഞാൻ അങ്ങോട്ട് വിളിക്കാനിരിക്കുന്നു. അവള് പോയോ? ആര് പോയൊന്നും നിങ്ങൾ ചുമ്മാ വൃത്തിയോട് പറയരുത് കേട്ടോ. അവരെ ആ 10 തത്തുകളുടെ അഡ്മിനുമായിട്ട് അവൾ സംസാരിച്ചോണ്ടിരിക്കുവോ. ഞാൻ ഇത്രയും നേരം അവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. വേറെ തമ്മിൽ വേറൊരു ബന്ധമില്ല, പഴയ കഥകളൊക്കെ പറഞ്ഞ് ചിരിച്ചോണ്ടിരിക്കുക. അത് നീ ഉള്ളപ്പോ, നീ മാറി നിൽക്കുമ്പോ അവർ സംസാരിക്കുന്ന വേറെ കാര്യങ്ങളായിരിക്കും. സംശയം ഉണ്ടെങ്കിൽ ഒളിച്ചു നിന്ന് കേട്ടു നോക്ക്. ഒരുമാതിരി വൃത്തികേട് പറയരുത് കേട്ടോ. എന്റെ ഭാര്യയും എന്റെ ഭാര്യയുടെ സുഹൃത്തും കൂടെ സംസാരിക്കുന്ന ഒളിച്ചു നിന്ന് കേൾക്കാൻ മാത്രം വൃത്തികെട്ട മനസ്സിലുള്ള ഒരാളല്ല ഞാൻ കേട്ടോ. അയ്യോ, ഞാൻ ആ സംഭവം പറയാൻ മറന്നുകൂടി. ഞാനിപ്പോഴേ ഈ ഇൻഷുറൻസ് പോളിസി ഇല്ലേ, അതിന്റെ പരിപാടിയായിട്ട് നിൽക്കുകയാണ് ഞാൻ. പിന്നെ എങ്ങനെയാലും ചേട്ടനോട് പറഞ്ഞു ഈ സംഭവം ഒന്ന് സെറ്റ് ചെയ്യണം, ഓർമ്മ ഒന്ന് കൂടണം. എടാ അതെന്താന്നറിയോ, എനിക്ക് താല്പര്യമൊക്കെ ഉണ്ട്, ആ ചേട്ടന് താല്പര്യമൊന്നുമില്ലാന്നേ. ഇതൊക്കെ ഇവളോട് പറയുന്നത് എന്തിനാ? എന്ത് മനുഷ്യനാണത്? ഒരു കാര്യം ചെയ്യും, ഞാനൊരു കാര്യം പറഞ്ഞുതരാം.
നീ ഒന്ന് പുള്ളിനെ അടിച്ചിടാൻ നോക്ക്. ആ. കിട്ടിയല്ലോ. അടിച്ചിടാൻ ഞാൻ ഏറ്റു. ആണോ? അത് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് എത്ര സെന്റ് സ്ഥലമുണ്ട്? ഞങ്ങൾക്ക് 50 സെന്റ് ഒരു വീടും. വീട് പുതിയ വീടാണോ? പിന്നെ അപ്പൊ നല്ല ബഡ്ജറ്റ് ഉണ്ട്. നീ ഒരു കാര്യം ചെയ്യണം, പുള്ളി അറിയാതെ ദേ ഈ പേപ്പറിലൊന്ന് ഒപ്പിടിച്ച് മേടിക്കണം. ബാക്കി നമ്മൾ ജയിച്ചു. അപ്പൊ എന്റെ പെണ്ണുപിള്ള മാത്രല്ലേ ഇവന്റെ ലക്ഷ്യം? എന്റെ വീടും സ്ഥലവും കൂടെ വേണം അല്ലേ? തരാളാ തരാം. ഇവിടെ ഒപ്പിടിച്ചാൽ മതി. എടാ ഇവിടെ ഒപ്പിട്ട് മേടിച്ചെന്നാ പോ. ആ കേസ് ഞാൻ ഏറ്റി. പക്ഷേ ഉണ്ടല്ലോ പിള്ളേര് എന്ത് ചെയ്യൂടോ? പിള്ളേരുടെ കേസ് നീ ഇവിടെ, ഇതാദ്യം സെറ്റ് ആവട്ടെ. പിള്ളേർക്ക് വേറെ സ്കീമുണ്ട്. സ്കീമോ? എടാ അപ്പൊ ഇവൻ മാട്ടയല്ല, 100% പ്രൊഫഷണൽ. നമുക്ക് set ആക്കി. ഒരു വിഷയമില്ല. ഇതൊക്കെ ആ ആ ചേട്ടൻ വന്നോ? ഞാൻ വന്നത് കുഴപ്പമായോ? അതെന്താ അങ്ങനെ പറഞ്ഞേ? അല്ല, ചോദിച്ചെന്നേ ഉള്ളൂ. എന്താണ് ചേട്ടാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? വന്നത് കുഴപ്പമായി. ഇല്ല ചേട്ടൻ ആദ്യം അങ്ങോട്ട് ഫോൺ വന്നപ്പോ പോയില്ലേ, അന്നേരം ഞങ്ങളുടെ പഴയ ഒരു കഥ ഞാൻ പറയാൻ വേണ്ടി വന്നു, അത് വിട്ടുപോയി. കഥയുടെ ഏകദേശ രൂപ എനിക്ക് പിടികിട്ടി. അങ്ങോട്ടെ, കുഴപ്പമുണ്ടോ? നീ പറ. ചേട്ടാ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസേ ഞങ്ങൾ സ്കൂള് വിട്ട് ഇങ്ങനെ പോകുമായിരുന്നു. അപ്പൊ എല്ലാ പിള്ളേരും ഞങ്ങളുടെ മുമ്പിലാണ്, ഞങ്ങൾ രണ്ടുപേരും പുറകില്. അങ്ങനെയല്ലേ വരുള്ളൂ, എല്ലാരും മുന്നേ, നിങ്ങൾ രണ്ടും പുറകെ. അപ്പൊ എവിടുന്നാന്ന് അറിയാമല്ല ചേട്ടാ, ഒരു മെനകെട്ട് ഒരു പട്ടി വന്നിട്ട് ഞങ്ങളുടെ മുമ്പിൽ നിന്ന് ഭയങ്കര കൊര. ഞാൻ ചെയ്തു, എന്റെ കൈ ഇരിക്കുന്ന ബാഗ് എല്ലാം വലിച്ചെറിഞ്ഞിട്ട് ഞാൻ ഇവളുടെ കൈക്ക് പിടിച്ച് ഞാൻ 100 ഓടുവാ. പോവാണോ ആ വഴി? ആ വഴി പോവാണോ? അല്ലല്ല, പട്ടി ഓടിച്ച് ഞാൻ കാണിച്ചു തരുമായിരുന്നു. 10ാം ക്ലാസ്സിൽ പഠിച്ചിരുന്നപ്പോഴാ കയ്യും പിടിച്ചോണ്ട് ഓടിയത്. അതെ. അതിനിപ്പൊ ഈ കയറി പിടിച്ചേക്കണ എന്തിനാ? അത് കഥയുടെ ഒരു സുഖത്തിന് വേണ്ടി ഇത് പിടിച്ചത്. കഥയുടെ സുഖമല്ല, നിന്റെ ഒരു സുഖത്തിന് പിടിച്ചാന്ന് എനിക്ക് മനസ്സിലായി. ചേട്ടൻ ഇത് കേൾക്കുകയാണ്. ചേട്ടൻ എന്താണ് ഇങ്ങനെ പറയുന്നത്? കേൾക്കുവാണല്ലോ. അന്റെ പട്ടി ഓടിച്ചു ഞങ്ങൾ 100 പട്ടി ഓടിച്ച് ഞങ്ങൾ വെയിറ്റ് ഷെഡ് ചെന്ന് ഞാൻ കയറി. വെയിറ്റ് ഷെഡ് കയറി മേളിൽ കയറി ഞാൻ ഇങ്ങനെ നിൽക്കുവാണ്. അപ്പൊ പട്ടി താഴെ നിന്ന് കുരയ്ക്കുകയാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി പട്ടി കടിക്കുന്നു. അപ്പോഴത്തെ ഞാൻ ഇവിടെ കൈ പിടിച്ച് നേരെ ഓടിയിട്ട് ഞങ്ങളുടെ സ്കൂളിന്റെ പറ്റ തന്നെ പണി തീരാത്ത ഒരു വീട് കിടപ്പുണ്ട്. എല്ലാ സ്കൂളിന്റെയും പരിസരത്തിൽ പണി തീരാത്ത വീട് കാണും, ബാക്കിയുള്ള ടെൻഷൻ പിടിപ്പിക്കാനായിട്ട്. ഈ വീഡിയോ പണിയന്മാർ ലോൺ എടുത്ത് പണി തീർത്തെന്ന് കയറിക്കിടുവോ? അതും ചേട്ടാ ഇത് കേക്ക്. ഞങ്ങൾ ഈ പണി തീരാത്ത വീട്ടിലേക്ക് ഞങ്ങൾ രണ്ടുപേരും ഓടിയാൻ കയറി. എന്നിട്ട് പട്ടി പുറത്ത് നിന്നു. പറ്റി കുറച്ചു അവിടെ നിന്ന് ഓടിച്ചു. ഇല്ല, പട്ടി അവിടെ വീടിന്റെ വെളിയിൽ നിൽക്കുന്നു, ഞങ്ങൾ നേരെ വീടിനകത്ത് നിൽക്കുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി ഈ പട്ടി പുറത്തേക്ക് വിടിയല്ല, നമ്മൾ അകത്ത് തന്നെ നിൽക്കണം എന്ന് എനിക്ക് മനസ്സിലായി. ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു പട്ടിനെ കാർട്ടൂണിൽ പോലും ഞാൻ കണ്ടിട്ടില്ല. എന്നിട്ട് പറയടാ. എന്നിട്ട് ചേട്ടാ ഞങ്ങൾ ഈ പട്ടീനെ നോക്കി ഞങ്ങൾ രാത്രി 8 മണി വരെ ഞങ്ങൾ അവിടെ നിൽക്കുവാണ്. പുറത്തേക്ക് ഞങ്ങൾ ഇറങ്ങി അപ്പ പട്ടി കുറയ്ക്കും. എടാ അത് പട്ടിയല്ല, പിന്നെ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റ്. അമ്മാതിരി സപ്പോർട്ട് ആ പട്ടി നിനക്ക് തന്നോണ്ടിരിക്കുന്നു. എന്നിട്ട് ബാക്കി പറയടാ. എന്നിട്ട് ചേട്ടാ ഞങ്ങൾ ഒരു 9-9:30 വരെ ഞങ്ങൾ ഇതിനകത്ത് ഞങ്ങൾ അവിടെ തന്നെ ഇരുന്നു. ഞാൻ നോക്കിയപ്പോ അതിനകത്ത് ഒരു പഴയ കട്ടിൽ കിടക്കണം, പലകടിച്ചത്. പണി തീരാത്ത വീട്ടിൽ 6 കട്ടിൽ കൊണ്ട് കിട്ടും. എനിക്കറിയാമല്ലോ. ഞാൻ എന്തായാലും ആ കട്ടിലെ മെല്ലെ അങ്ങ് ഇരുന്നപ്പോ തന്നെ ഇവൾ എന്റെ കണ്ണിൽ നോക്കി, ഇവളും ഇങ്ങോട്ട് ഇരുന്നു. ചുമ്മാ കണ്ണിൽ നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ഈ സമയത്ത് ഇങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്ത് വേലായുധം മാഷ് ഇത് മാഷല്ലടാ, ഡിങ്കൻ. ആ ശക്തിനെതിരായിരിക്കും പോരാളി, ആപത്തിൽ പറന്നെത്തുന്ന ആള്. ഇതാണ് ഡിങ്കൻ. മാഷ് നേരെ കേറിങ് വന്നു. മാഷിങ് വന്നിട്ടുണ്ടല്ലോ, എന്നെ അവളെ മക്കളെ പേടിക്കേണ്ട ആവശ്യമില്ലെന്നും പറഞ്ഞ് മാഷ് ഇതേ നടുക്ക് നിൽക്കണു. എന്നെ അവളെ മുമ്പിലും പുറകിലുമായിട്ട് നേരെ നടന്ന് ഞങ്ങൾ നേരെ വീട്ടിലിട്ട് പോയി. നിങ്ങൾ രണ്ടും മുമ്പും പുറകെ, മാഷ് നിങ്ങളുടെ നടുക്ക്. അതെ. ചക്കരമുത്തേ, ആ നടുക്ക് നിൽക്കാൻ കാണിച്ച മനസ്സുണ്ടല്ലോ, അതിന് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് പട്ടിനെ കല്ല് വെച്ചെറിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി. മാഷ് പട്ടിനെ കല്ല് വെച്ചെറിഞ്ഞപ്പോ പട്ടി ഓടി. ഈ ഒരു കല്ല് നീ എറിഞ്ഞതിന് ഇത്രയും കുഴപ്പമുണ്ടായില്ല. അതൊക്കെ ഇവിടെ. പക്ഷെ എനിക്ക് വേറെ കാര്യം നിന്നോട് പറയാനുണ്ട്, ഒരു പരിഭവം എനിക്ക് പറയാനുണ്ട്. എന്തുവാടാ? ചതിച്ചു അധികം മറക്കല. നീ എന്നെ ചതിച്ചു. ഇവന് പറഞ്ഞതൊക്കെ ശരി. അയ്യോ ഞാൻ ചതി പറ്റിയതിന് അതിന്റെ വേദന അറിയാവുള്ളൂ. ചതി പറ്റിയ നീ പറയണ ചതി എന്താന്ന്. കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവരുത്. ഞാൻ ഒരു പ്രശ്നമില്ല, ഞാനത് ആ മൈൻഡിലേ എടുക്കുള്ളൂ. നീ പറയടാ. സ്കൂളിൽ പഠിച്ചോണ്ടിരുന്നപ്പോ ഇവളെ എനിക്കൊരു മയിൽപ്പീലി തന്നു, പുസ്തകത്തിൽ വെച്ച് കഴിഞ്ഞാൽ പെറുവെന്നും പറഞ്ഞ്. എന്നിട്ട് പെറ്റോ? ഇന്നലെ ഞാൻ എടുത്തു നോക്കി, അന്നേരവും പെറ്റിട്ടില്ല. ഏതെങ്കിലും ഗൈനക്കോളജിനെ കൊണ്ട് കാണിക്കാൻ മേലായിരുന്നു, പെറുവോന്ന് അറിയായിരുന്നു. 46 വയസ്സായി 6 അടി പൊക്കമായിട്ട് മയിൽപ്പീലിനെ പ്രസവിപ്പിക്കാൻ നടക്കും. നീ കല്യാണം കഴിച്ചോ? കല്യാണം കഴിച്ചില്ല. നീ കഴിച്ചിട്ട് കാര്യം, നിനക്ക് മയിൽപ്പീലി പ്രസവിക്കുന്നതാണല്ലോ വിഷയം. എന്താണ് ഇവിടെ മൂഡ് പോണ്? ഒരു സെൽഫി എടുത്ത് നമുക്ക് ഗ്രൂപ്പിൽ ഇടണം. നീ വന്നേ ചേട്ടാ, വന്നേ. അല്ല എന്താണത് സെൽഫി? പുള്ളി മാറിക്കാൻ പറ. അതെ, ഗ്രൂപ്പിൽ അഡ്മിൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പുറത്തുനിന്ന് ആളാ ഒന്നും കേറ്റരുതെന്ന്. ഒന്ന് നീങ്ങിക്കോ. പത്തിലത്തെ മാത്രമേ. പത്തിലത്തെ അഡ്മിൻ അവനല്ലേ? അതെ. അവൻ ഇതുപോലുള്ള നിയമങ്ങൾ ഉണ്ടാക്കും, എനിക്കറിയാം. നീ വാങ്ങോട്ട് ഫോട്ടോ എടുക്കല്ലടി. ചിരിച്ചേടി ചിരിക്കടി. ആ ചിരിക്കി ചിരിക്കി. ഓ എന്നാ ചിരിയാടി, ഇപ്പൊ തല രണ്ടായി പോയനല്ലോ. അത് സെൻഡ് ചെയ്യണം കേട്ടാ. ഞാൻ സെൻഡ് ചെയ്ത. നീ ആ നെല്ലിമര നീ ഓർക്കണ്ട. അവിടെ നെല്ലിമര നീ ഓർക്കണ്ട. എന്റെ പൊന്നാ, നെല്ലിമരം മറക്കാൻ പറ്റുമോ? ചേട്ടാ നെല്ലിമരം ഇത്രയും കുന്തളിക്കാനുള്ള നെല്ലിമരം ഉണ്ടോ? ഉണ്ട്.
ഉണ്ട് ചേട്ടാ. നെല്ലിമരത്തിന് കഥയുണ്ട്, സംഭവമുണ്ട്. പണ്ട് ഒരു ദിവസം ഉണ്ടല്ലോ, ഭയങ്കരമായിട്ട് ഇടി വെട്ടി മഴ പെയ്യുവാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്നാ? നിന്റെ കഥ മൊത്തം മഴയാണോ? നീ പത്മരാജനാണോ? സത്യം അല്ലേട്ടാ, സംഭവം കേക്ക്. ഭയങ്കരമായിട്ട് മഴ പെയ്ത് മഴ ഇങ്ങനെ തോർന്ന് നിൽക്കുകയാണ്. ആ സമയത്ത് ഇവള് നെല്ലിമരത്തിന് ചോട്ടി വന്ന് ഇങ്ങനെ ചാരി ഇരിക്കുവാണ്. ഞാനപ്പ ഇവളറിയാതെ പുറകെ പമ്മി ഞാൻ വന്നു. പമ്മി വന്നിട്ട് ഇവളറിയാതെ ഞാൻ വട്ടം കീറി അങ്ങ് പിടിച്ച് നെല്ലിമരത്തേല് നെല്ലിമരത്തെ കയറിയിട്ട് ഇവളറിയാണ്ട് ഞാൻ ആ നെല്ലിമരം ഉലത്തി. ഒലത്തും നീ ഒലത്തുന്ന ആളാണെന്ന് എനിക്കറിയാലോ. ആ ഉലത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവളുടെ മേത്ത് വെള്ളം വീണ്. വെള്ളം വീണ് കഴിഞ്ഞപ്പോ ഇവക്ക് ഭയങ്കര ദേഷ്യം വന്നു. ദേഷ്യം വന്നപ്പോ ഇവിടെ എന്നിട്ട് ഓടിച്ച് ഞാൻ ഇവനെ തല്ലണ്ട, ഇവനെ ഞാൻ നനച്ചല്ലേ. ഓടിട്ട് ഞാൻ നേരെ പോയിട്ട് നമ്മുടെ വിറകുപുരയില്ലേ, വിറകുപുരയ്ക്ക് ആൾക്ക് പോയി ഞാൻ കയറി. മോട്ടർ വരെ വിറക് വരെ ഉപ്പുമാവ് വരെ എല്ലാം നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചേക്കോല്ലടാ. വിറകുപുര ഞാൻ ചെന്ന് കയറി കഴിഞ്ഞപ്പോണ്ടല്ല, ഇവള് ഓടി ഇവളും വിറകുപുരയ്ക്കകത്ത് വന്ന് കയറി. ഞങ്ങൾ രണ്ടുപേരും കഴിഞ്ഞപ്പോ കയറി കഴിഞ്ഞപ്പോ ഇതൊന്നും അറിയാതെ ആ മറ്റേ ചേച്ചിയില്ലേ കഞ്ഞി ഉണ്ടാക്കണ ചേച്ചി, ആ ചേച്ചി വന്ന് പുറത്തുനിന്ന് എനിക്കറിയാടാ പൂട്ടും. എനിക്കറിയാം വിറക് വരെ പുറത്തുനിന്ന് പൂട്ടിയെന്ന്. എനിക്കറിയാം ഇപ്പൊ വരും രക്ഷപ്പെടുത്തുമെന്ന് എനിക്കറിയാലോ. കുഴപ്പമില്ല. എന്നിട്ട് വിറകുവരെ പുറത്തുനിന്ന് പൂട്ടി കഴിഞ്ഞിട്ട് ചേച്ചി പോയി. ചേച്ചി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എനിക്ക് ഭയങ്കര ടെൻഷനായി. നീ ടെൻഷൻ അടിച്ചു? ഞാനിവള് ടെൻഷൻ അടിച്ചു. എന്ത് കാര്യം, നമ്മൾ ടൈമിങ്ങിന് എത്തുമല്ലോ. ഞങ്ങള് ടെൻഷൻ അടിച്ചിട്ടില്ല. 7 മണിയായി ചേട്ടാ. 7 മണിയായിട്ട് ഒരു മനുഷ്യൻ വന്നില്ല. വരണ്ട 7 or 10 ആകട്ടെ, വരുന്നിട്ട് എന്ത് കാര്യം. വരണ്ട സമയത്ത് മുത്ത് ചക്കരേ. അങ്ങനെ 10, 10:30 ഒരു മനുഷ്യൻ നീ നിർത്തറ. ഇനി ക്ലൈമാക്സിന്റെ ബാക്കി ഞാൻ പറഞ്ഞുതരാം. ക്ലൈമാക്സ് ചേട്ടൻ പറ. 10:30 മാഷ് വരുന്നു, കൂടം കൊണ്ട് പൂട്ട് തല്ലി വിളിക്കുന്നു, നിങ്ങളെ വീട്ടിൽ കൊണ്ടാക്കുന്നു. ചെറിയൊരു ടെസ്റ്റ് ഉണ്ട് കഥയിൽ. എന്താ ടെസ്റ്റ്? അന്ന് മാഷ് വന്നില്ല. മാഷ് പിള്ളേരെ കൊണ്ട് സ്കൂളിൽ നിന്ന് എക്സ്കർഷന് ഊട്ടിക്ക് പോയേക്കുവായിരുന്നു. പട്ടി, നീ എന്തിനാ ഊട്ടിക്ക് പോയത്? മാഷാണത്. നിനക്ക് പ്രായമില്ലടാ. ഇവിടെ രണ്ടുപേരും ഊട്ടിക്ക് പോയത്. ഇവൻ മാസല്ല, ഇവൻ ചെറുത്താൻ ഉപ്പുമാവിൽ ഇറക്കാൻ വന്നു. വീട് പണിതിരാത്ത വീട്ടിൽ കയറിയപ്പോ കറക്റ്റായിട്ട് വന്നു. എന്നിട്ട് ഇപ്പം നീ ആരെ ഉണ്ടാക്കാനാണ് ഊട്ടി പോയി കിടക്കുന്നത്? എന്താണിത്? ഇവനിപ്പം ജീവനോടെ ഉണ്ടോ? ഇല്ല, ജീവനോടില്ല. ഇവനെ ഞാൻ കൊല്ലുവനാ. ചേട്ടാ പുള്ളിക്കൊരു അബദ്ധം പറ്റിയതാ. ഈ കഥയിൽ വിട്. അടുത്ത കഥ പറയുമ്പോ ഞാൻ പുള്ളിനെ ടൈമിങ് കൊണ്ടുവന്നാ പോരെ? തത്തേ